ശ്രീ അനുരാജ്, നേരത്തെ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞു ഇതിനൊരു അടുത്ത ഘട്ടമുണ്ട്, അവിടെയാണ് യഥാർത്ഥ പ്രതിസന്ധി എന്നുള്ളത്. ശരിയാണ്. കാരണം ഇപ്പോൾ നമുക്കൊരു സമവായത്തിലെത്തിച്ച് നാളെ ഗവർണർക്ക് മുൻപാകെ ലിസ്റ്റ് കൊടുത്ത് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാം. പക്ഷേ അത് കഴിഞ്ഞ് 5 വർഷം അത് പരിപൂർണ സ്വാതന്ത്ര്യത്തോടുകൂടി ഓരോ വകുപ്പിനും നിശ്ചയിക്കപ്പെട്ട മന്ത്രിമാർക്ക് ചെയ്യാൻ കഴിയുമോ, ഭരണനിർവഹണം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന വി.ഡി. സതീശൻ്റെ അവസ്ഥ തന്നെയാണ്. ആഭ്യന്തരം കൈവിട്ടുപോയി, സുപ്രധാന വകുപ്പുകളൊക്കെ മറ്റ് ഘടകകക്ഷികൾക്കായി വീതം വയ്ക്കുന്നു. അപ്പോൾ ഏതു രീതിയിലുള്ളൊരു ഭരണനിർവഹണം UDF സർക്കാരിന് പൊതുജനങ്ങൾക്ക് മുൻപാകെ കാഴ്ചവെക്കാൻ സാധിക്കും? തുടക്കത്തിൽ നേരിട്ട പ്രതിസന്ധിയിൽ കൂടുതൽ ഞെരുങ്ങുന്ന ഒരു കോൺഗ്രസിനെയാകുമോ ഭരണം തുടരുമ്പോൾ കാണാൻ കഴിയുക? ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപേ ശ്രീ നിയാസൊക്കെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ. നിയാസ് പറഞ്ഞത് BJPയുടെ ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് 2 പേരാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്, അത് ആരാണ്? ഒരു കുടുംബത്തിനേക്ക് പുറത്തുള്ള ആരായതിനകത്തുള്ളത്? ആരാണ് AICC പ്രസിഡന്റ്? മല്ലികാർജുന ഖാർഗെ. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? എനിക്ക് തോന്നുന്നു 80 വയസ്സിന് മേളിൽ പ്രായം ഉണ്ടാവും. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ പ്രായം എത്രയാണ്? ഇപ്പോൾ 45 വയസ്സാണ്. എന്ന് മാത്രമല്ല, BJPക്ക് ഒരു കോർ കമ്മിറ്റി എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ കോർ കമ്മിറ്റി കൂടി. അപ്പോൾ കോർ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി ഇതൊന്നും അല്ലെങ്കിലും 2 പേരാണെങ്കിൽ 2 കുടുംബത്തിലുള്ളവരെങ്കിലും ഉണ്ടല്ലോ. ഈ ഒറ്റ കുടുംബത്തെ വെച്ചിട്ടാണോ BJPയുടെ തലപ്പത്ത് ജനാധിപത്യം ഇല്ലയെന്നും അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതിൽ കാര്യമില്ലയെന്നും, അതിൻ്റെ ശരിയായ രീതിയിലല്ല, കോൺഗ്രസ് ആണ് മാതൃകാപരമാണ് എന്ന് പറയുന്നത്? എന്ന് മാത്രമല്ല, എന്ത് രീതിയാണ് ഇതിലൊക്കെ ഇത്തവണത്തെ ഒക്കെ പിന്തുടർന്നത്? പല ദിവസങ്ങളിലും ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംവിധാനം സൈലൻ്റ് ആയിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ഇത്രയും ദിവസം വൈകിയത്? ഈ 3 പേരെയും വെച്ച് ആലോചനകൾ മുന്നോട്ട് കൊണ്ടുവന്ന ദിവസത്രയായി. അടുത്ത അദ്ദേഹം പറഞ്ഞത് ലീഗ് പുതിയ വകുപ്പുകളൊന്നും ചോദിച്ചില്ലല്ലോ എന്ന്. നിയാസ് ഓർക്കേണ്ടത്, കോൺഗ്രസിന് മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ്, ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ട്, എന്തെല്ലാം പദവികൾ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ സ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്പീക്കർ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പദവികളും പറ്റുന്ന സമയത്ത് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ലീഗിൽ ഇത്തരം പദവികളൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എന്തുകൊണ്ട് പുതിയത് വാങ്ങിയില്ല എന്ന് വെച്ചാൽ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വകുപ്പുകളായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ആ പാർട്ടിയെ തീരുമാനിച്ചിട്ടുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഇപ്പം ഞാനും നിയാസും ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തതുകൊണ്ട് എനിക്ക് മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ അതേ രീതിയിൽ തീരുമാനം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ഖജനാവിനെ കുറിച്ച് ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞു ഖജനാവൊക്കെ ഭദ്രമാണെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന PN നിയാസ്, ഞങ്ങൾ 2 പേരും കോഴിക്കോട് നഗരത്തിൽ താമസിക്കുന്നവരാണ്. അപ്പം ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. അതായത് കോഴിക്കോട് നഗരത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപാണ് കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്നറിയോ? ഇതുവരെ ഒരൊറ്റ പച്ചക്കറി കട പോലും അങ്ങോട്ട് മാറിയിട്ടില്ല. എന്ന് മാത്രമല്ല, ആ കെട്ടിടം ചോർന്നു തുടങ്ങി. ഇതാണ് ഒരു വികസന പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. മറ്റൊന്ന്, കോഴിക്കോട് നഗരത്തിലെ ഒരു കേന്ദ്ര ഞരമ്പ് എന്ന് പറയാവുന്ന ഒരു റോഡുണ്ട്. അത് വെള്ളിമാട് കുന്ന് മുതൽ മാനാഞ്ചിറ വരെയുള്ള റോഡാണ്. ആ റോഡ് വികസനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയാണ്. അത് കഴിഞ്ഞ് പിണറായി ഗവൺമെൻറ്, ആദ്യത്തെ ഗവൺമെൻറ് വന്നപ്പോൾ ഇതാ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ധനമന്ത്രിയൊക്കെ പറഞ്ഞു, അന്നത്തെ PWD മന്ത്രിയൊക്കെ പറഞ്ഞു, ഒന്നും നടന്നില്ല. അങ്ങനെ ഇപ്പോൾ അടുത്ത് പണി തുടങ്ങിയിട്ട് വികസന റിയാസത്ത് ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിന് കുറച്ച് മുന്നേ. ഇപ്പോൾ ആ റോഡിൻ്റെ സ്ഥിതി എന്താണെന്ന് വന്ന് നോക്കണം. അതായത് എവിടെ തിരഞ്ഞെടുപ്പിന് മുൻപ് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമ്പം ആ റോഡുണ്ടായോ അതേ അവസ്ഥയിൽ കിടക്കുക. അതിൻ്റെ സൈഡിലുള്ള ഓടകളൊക്കെ പകുതി പണി ചെയ്ത നിലയിൽ. ഇപ്പോൾ കാലവർഷം വരാൻ പോകുന്നു. എന്തൊക്കെ ദുരന്തങ്ങൾ അവിടെ സംഭവിക്കുമെന്ന് നോക്കിയാൽ മതി. വികസന പദ്ധതികളുടെ ഒക്കെ സ്ഥിതി ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. ഈ റിയാസിൻ്റെ മണ്ഡലമായ ചെറുവണ്ണൂർ, അവിടെ ഒരു മേൽപ്പാലം പണി തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ഏറ്റവും കൂടുതൽ കോഴിക്കോട് നഗരത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ റോഡാണ്. ആ ഓവർ ബ്രിഡ്ജിൻ്റെ പണിയാണ്. ആകെ 3-4 തൊഴിലാളികൾ എന്തൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം അന്യസംസ്ഥാന തൊഴിലാളികളില്ല എന്നുള്ള കാര്യം കൊണ്ട് പണി വളരെ മന്ദഗതിയിലായ സാഹചര്യമാണ്. ഇനിയിപ്പോൾ അടുത്ത സർക്കാർ വന്നിട്ട് അത് ഏറ്റെടുക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അപ്പോൾ ബജറ്റിൽ ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പദ്ധതിയൊക്കെ പൂർത്തിയാക്കപ്പെടേണ്ടതല്ലേ, അല്ലെങ്കിൽ ഈ രീതിയിലാകേണ്ടതല്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ മറുപടി. ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത്, അതായത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിലെ ഈ പറയുന്ന 3 നേതാക്കന്മാർ, ആ സത്യത്തിൽ അവർ മുതിർന്ന നേതാക്കന്മാരാണ് നമുക്ക് പറയാൻ കഴിയില്ല. ഇതും കോൺഗ്രസിൻ്റെ മറ്റൊരു എന്താ പറയുക, ഒരു പതിവ് രീതിയിൽ നിന്നുള്ള മാറ്റമാണ്. കോൺഗ്രസ്സിൽ ഇവരെക്കാളും സീനിയറായിട്ടുള്ള എത്രയോ നേതാക്കന്മാരുണ്ട്. പക്ഷേ ഈ 3 നേതാക്കന്മാർ ഇപ്പോൾ പ്രധാന നേതാക്കന്മാരായിട്ട് വന്നിരിക്കുകയാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന തർക്കത്തിൽ ഒരു ചെറിയ ആശ്വാസം ഇപ്പോൾ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അതെന്താ കാരണം? തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നു എന്നുള്ള സാഹചര്യം മാത്രമാണ്. പക്ഷേ അതിലേക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. നിയാസ് തന്നെ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ മന്ത്രിമാരെ പെട്ടെന്ന് കണ്ടെത്തിയില്ലെന്ന്. പെട്ടെന്നല്ല കണ്ടെത്തിയത്. കാരണം കഴിഞ്ഞ 10 ദിവസമോ 15 ദിവസമോ കിട്ടി.
ആ സമയത്ത് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ മാത്രമേ അവിടെ തീരുമാനിക്കാനുള്ളൂ. ബാക്കി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. വിവിധ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗ്രൂപ്പില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കോൺഗ്രസിൽ കുറച്ചു കാലം മുമ്പ് വരെ ഗ്രൂപ്പ് അത്ര ക്ലിയർ അല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. 3 ഗ്രൂപ്പുകൾ ക്ലിയറായി. ഈ 3 ഗ്രൂപ്പും അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചതായിട്ട് നമുക്ക് മാധ്യമങ്ങളോട് അറിയാൻ സാധിക്കുന്നുണ്ട്. അത് ശരിയോ തെറ്റെന്ന് 2 ദിവസം കൊണ്ട് അറിയാം. എന്തായാലും രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ആഭ്യന്തര വകുപ്പാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നതെന്ന് പറയുന്നു. ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പ്രശ്നം നമ്മൾ നോക്കണം. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്ക് സോളാർ കേസ് പോലുള്ള പ്രശ്നങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിട്ടതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിരുന്നത് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഇതേ രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി ഒരു കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. അതേ സാഹചര്യമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരാളാണ് വി ഡി സതീശൻ. കാരണം വി ഡി സതീശൻ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ്. മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാരെ പോലെയും അത് സംഭവിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മറന്നു പോകുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ വേദന. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ധനവകുപ്പ് വെച്ച് ശ്രമിക്കാം എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പറയുന്ന നിയുക്ത മുഖ്യമന്ത്രി ഉള്ളത്, റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ പ്രതീക്ഷയില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് ഈ ടീമിനെ നയിക്കാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കോൺഗ്രസിൻ്റെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നുള്ള പ്രതിസന്ധി എന്തായാലും ഈ സർക്കാരിനുണ്ടാവും. അത് രമേശ് ചെന്നിത്തല ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു കുറേ സീനിയർ നേതാക്കന്മാരുണ്ട്, പാർട്ടിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മറ്റു കുറേ സീനിയർ നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ നമ്മൾ കണ്ടു പലപ്പോഴായിട്ട്. ഈ ഹൈക്കമാൻഡിൻ്റെ ചർച്ചയിൽ മാത്രമല്ല, അതിന് മുൻപേ തന്നെ മുഖ്യമന്ത്രിയൊക്കെ പ്രഖ്യാപിച്ച നേതാക്കന്മാരൊക്കെ കേരളത്തിൽ കോൺഗ്രസിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവിടെ എവിടെയും സ്വാധീനവും ബന്ധവും അതുപോലെ പ്രവർത്തകരുടെ പിന്തുണയും MLA-മാരുടെ പിന്തുണയും MP-മാരുടെ പിന്തുണയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇടപെടൽ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ വലിയൊരു സമ്മർദ്ദത്തിലേക്ക് കോൺഗ്രസ് ഇപ്രാവശ്യം എത്തിച്ചേരും. ഈ 3 നേതാക്കന്മാരെ മാത്രം ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഗ്രൂപ്പ് രൂപീകരണം പോലെയാണ് പൊതുസമൂഹത്തിനെങ്കിലും തോന്നുക. അപ്പോൾ ഇവർക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് മാത്രം സ്ഥാനങ്ങൾ കിട്ടുന്നു എന്ന് വരുമ്പോൾ മറ്റ് പല നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ കെ സുധാകരനെ പോലെയുള്ള ആൾക്കാർ, നമ്മൾ ഇലക്ഷന് മത്സരിക്കണം, മന്ത്രിയാകണം എന്നൊക്കെ ആഗ്രഹിച്ച കെ സുധാകരനെ പോലെയുള്ള നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ തൃശങ്കു സർഗത്തിലാണ്. KPCC പ്രസിഡന്റ് സ്ഥാനം സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ ആര് KPCC പ്രസിഡന്റ്? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ തർക്കങ്ങൾ ഒക്കെ ഉണ്ട്. ഇനിയത്തെ സാഹചര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് KC വേണുഗോപാലിന് ചുണ്ടിനും കപ്പിനും ഇടയിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന് ഹൈക്കമാൻഡിൽ നല്ല സ്വാധീനമുണ്ട് എന്ന് മാത്രമല്ല, സത്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ കാൻഡിഡേറ്റ് KC വേണുഗോപാലായിരുന്നു. രമേശ് ചെന്നിത്തല വി ഡി സതീശൻ മുസ്ലിം ലീഗിനെയൊക്കെ ഉപയോഗപ്പെടുത്തിയുള്ള ചില എന്താ പറയുക PR തന്ത്രങ്ങളിലൂടെ ആ സ്ഥാനം തട്ടിയെടുത്തതാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡിലുള്ള സ്വാധീനം സത്യത്തിൽ KC വേണുഗോപാലിന് ഈ വിനീത വിധേയനായിട്ട് രാഹുൽ ഗാന്ധിയുടെ വിനീത വിധേയനാണ്, പാർട്ടിക്ക് വിധേയനാണ് താൻ എന്ന നിലപാടെടുത്തതിലൂടെ ഏറ്റവും കൂടുതൽ ഈ 3 ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ശക്തനായത് KC വേണുഗോപാലാണ്. അതുകൊണ്ട് KC വേണുഗോപാലിൻ്റെ ശക്തമായ ഇടപെടൽ, ഹൈക്കമാൻഡിൻ്റെ ശക്തമായ ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് വി ഡി സതീശൻ്റെ ഈ പറഞ്ഞ ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. എന്തുകൊണ്ട് പെട്ടെന്ന് ആഭ്യന്തര വകുപ്പ് വി ഡി സതീശന് രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറി കൊടുക്കേണ്ടി വന്നു? കാരണം ഈ സമ്മർദ്ദമാണ്, ഈ തരത്തിലുള്ള ഇടപെടലാണ്. അപ്പോൾ അത് ഇനി അങ്ങോട്ട് വർദ്ധിക്കും. അതുകൊണ്ട് മുമ്പൊരു കാലത്ത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അന്ന് പാർട്ടി വകുപ്പില്ലാത്ത മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കിട്ടിയിട്ടില്ല. എന്തോ IT അങ്ങനത്തെ രജിസ്ട്രേഷനോ അങ്ങനത്തെ വകുപ്പാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. സത്യത്തിൽ അന്ന് പിണറായി വിജയൻ പാർട്ടി ഓഫീസിൽ നിന്നിട്ടാണ് എന്താ പറയുക ആക്ടിംഗ് ചീഫ് മിനിസ്റ്റർ അദ്ദേഹമായിരുന്നു എന്ന് പറഞ്ഞ അതേ സാഹചര്യത്തിലേക്ക് അതിദുർബലനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ മാറുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. അതിന് ഒരു എന്താ പറയുക ഒരു മറുമരുന്ന് എന്ന നിലയിലാണ് അദ്ദേഹം ധനവകുപ്പ് എന്നത് ശ്രമിക്കുന്നത്. ധനവകുപ്പ് എന്തൊക്കെയോ മാജിക് കാണിക്കാം എന്ന് വി ഡി സതീശൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഡി സതീശൻ ഏറ്റെടുത്ത പദ്ധതികളൊന്നും അങ്ങനെ അങ്ങ് വിജയിച്ചിട്ടൊന്നുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക നേതൃത്വത്തിലേക്കൊക്കെ കടന്നു വരുന്നത് ഹരിത MLA-മാർ എന്നൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അതെന്തായിരുന്നു? കേരളത്തിൽ വൻകിട ഈ പറയുന്ന നമ്മുടെ ടാറ്റയുടെ കണ്ണൻ ദേവൻ പോലെയുള്ള അല്ലെങ്കിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ പോലെയുള്ള കുത്തകകൾ കേരളത്തിൽ വലിയ തോതിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഏക്കർ സ്ഥലം വെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം MLA-മാരെ കൂടെ കൂട്ടിയിട്ട് അങ്ങനെയാണ് ഒരു കോൺഗ്രസ്സിലെ ഒരു ഗ്രൂപ്പായിട്ട് വി ഡി സതീശൻ മാറുന്നത്. വി ഡി സതീശൻ തനിക്ക് ഗ്രൂപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ ഏതാനും MLA-മാരെ കൂടെ കൂട്ടുകയും അതിൽ തന്നെ ചിലർ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ചിലരൊക്കെ വിട്ടുപോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചരിത്രമാണ് വി ഡി സതീശനുള്ളത്. പക്ഷേ അന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ആ ആവശ്യം ഇന്നും യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. 10 വർഷം അദ്ദേഹം പ്രതിപക്ഷത്തുണ്ടായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു. ഇത്രയും കാലം കൊണ്ടും അല്ലെങ്കിൽ ഇവരുടെ മന്ത്രിസഭ ഉള്ളപ്പോഴും ഒന്നും അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഇരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ആവശ്യം ഉയർത്തിക്കൊണ്ടുവന്നെന്ന് ഓർക്കണം. അപ്പോൾ UDF മന്ത്രിസഭയെ ഉപയോഗപ്പെടുത്തിയിട്ടും സാധിച്ചില്ല, LDF-ന്റെ 2 മന്ത്രിസഭകൾ വന്നപ്പോഴും സാധിച്ചില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണെന്നാണ്. അപ്പോൾ ഇടതുപക്ഷത്തേക്കുള്ളൊരു ചായ്വുണ്ട്. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് സ്വാധീനമോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ശക്തമായ സ്ഥാനമോ ഉണ്ടായിരുന്നു. ധനകാര്യ മേഖലയിലൊക്കെ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം നിലപാടെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ഇക്കാര്യത്തിലും ചെയ്യായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം തുടങ്ങിയ പദ്ധതികളൊന്നും വിജയിച്ചിട്ടില്ല. അത് അദ്ദേഹം ഇനി പ്രൂവ് ചെയ്യാനിരിക്കുന്നു. അപ്പോൾ ആ പ്രൂവ് ചെയ്യേണ്ട ഘട്ടത്തിലാണെങ്കിൽ അദ്ദേഹം ദുർബലനുമാണ്. പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിന് ഇല്ല. ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണയില്ല.
KPCCയുടെ ഇപ്പോഴത്തെ ഭാരവാഹികളുടെ പ്രതിനിധികളുടെ അവരുടെ പിന്തുണയില്ല, KPCC പ്രസിഡന്റിൻ്റെ ഇല്ല, വർക്കിംഗ് പ്രസിഡന്റുമാരുടെ ഇല്ല. ആകെയുള്ളത് ആരുടേതാണ്? മുൻകാല KPCC പ്രസിഡന്റുമാരുടേതാണ്. അതിൽ VM സുധീരൻ നമുക്കറിയാം പാർട്ടിയിൽ നിന്നും അല്ലാതെ വിട്ടു നിൽക്കുന്നയാളാണ്. AK ആന്റണിയാണ് ഒരു ഘട്ട തീരുമാനം എടുക്കാൻ വളരെയധികം എന്താ പറയുക മുന്നോട്ട് വന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്താൻ സാധിക്കുക? ഇവർക്കൊരു ഗുരുസ്ഥാനീയനായിട്ട് അദ്ദേഹത്തെ കാണുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം ഒരു റിട്ടയേർഡ് ലൈഫ് ആ രീതിയിൽ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരു മുതിർന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ മുൻ KPCC പ്രസിഡന്റും ഇത്തവണ കൊയിലാണ്ട് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു അതുപോലും കിട്ടാതിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രൻ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് VD സതീശനെ അവസാന സമയത്ത് രക്ഷപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. അവർക്ക് കേരളത്തിൻ്റെ സജീവ രാഷ്ട്രീയത്തിൽ ഇനി ഇടപെടാനുള്ള വളരെയധികം പരിമിതികളുണ്ട്. പിന്നെയുള്ളത് മുസ്ലിം ലീഗാണ് VD സതീശനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ആ മുസ്ലിം ലീഗുമായിട്ടുള്ള ബാന്ധവം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യം, നമുക്ക് ശക്തമായ സാന്നിധ്യം നമുക്ക് അവഗണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് പറയാം, മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരു ഫോൺ വിളിയിൽ SDPI എതിർപക്ഷത്താണ് എന്ന് പറഞ്ഞ SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ സാധിച്ച ഒരു കൂട്ടുകെട്ടാണ് VD സതീശൻ മുസ്ലിം ലീഗ് കൂട്ടുകെട്ട്. ഈ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമുള്ള സംഘടനയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ പറയുന്നത്? ഏത് പുസ്തകം വായിച്ചു?